ഹലോ, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. നമ്മളെ കടകളിൽ നിന്ന് വാങ്ങുന്ന മൈസൂർ പഴമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത അല്ല. നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ജന്തുക്കൾ ഈ പഴത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവിടെ ആയിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇത് ചെയ്യാൻ കാരണം കണ്ടപ്പോൾ ചെയ്യാൻ തോന്നി. കാരണം ഈ ചെറിയ കുട്ടികളും അതുപോലെ വലിയവരും ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതെ കഴിക്കുന്നൊരു, നമ്മളിപ്പോൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കഴുകാറൊന്നുമില്ല. തൊലി ഉള്ളത് കാരണം എന്ത് ചെയ്യും, നമ്മളെ തൊലി ഉണ്ട് കളഞ്ഞിട്ട് ഉള്ളിലത്തെ പഴം കഴിക്കുകയാണ് സാധാരണ പതിവ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കത്തി കൊണ്ട് പാടുകളുണ്ട് ഇതിന്. ആ പാടിൻ്റെ ഉള്ളിലായിരുന്നു, ആ പാടിൻ്റെ ഉള്ളിലേക്കാണ് ഇത് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ തോല് പൊളിച്ച് കഴിഞ്ഞാൽ പാടിൻ്റെ ഉള്ളിൽ എന്തായാലും തോലിൻ്റെ കൂടെ പാട് പോവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ തോല് കളഞ്ഞിട്ട് നേരെ വായിലേക്കാണ് ഇടുക. ആ ഈ വായിലേക്ക് ഇടുന്ന സമയത്ത് ഈ ജന്തു നമ്മളെ വായയിലോ അല്ലെങ്കിൽ വയറ്റിലകത്തോ എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ പഴങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ പഴങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഒരു ജന്തുവും കൂടി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുമുള്ളതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും വെള്ളപ്പൊടിയാണെന്ന് വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഒരു പൊടി രൂപത്തിൽ, നമ്മൾ മൈദപ്പൊടി അരിപ്പൊടിയിലുള്ള പോലെ പൊടി രൂപത്തിലാണ് ഇവരെ കാണുക. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ നിസ്സാരമായി കാണും. പക്ഷെ അത് കുട്ടികളിലൊക്കെ, നമ്മൾ കുട്ടികൾക്കൊക്കെ പഴം കൊടുക്കുമ്പോൾ സാധാരണ കുട്ടികൾ കയ്യിൽ വെച്ച് കഴിക്കുമ്പോൾ അവർ ചിലപ്പോൾ തോലൊക്കെ വായലിട്ടിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം. വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ വിഷമുള്ളതാണ് ഇല്ലതൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഗ്രൂപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം ഇന്ന് ഞാൻ പഴം എടുത്തപ്പോൾ സാധാരണ കാണാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് ചെയ്യാൻ തോന്നി. അപ്പം പെട്ടെന്ന് ചെയ്തത്. കാരണം ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ എന്തായാലും ചെയ്യണം, മറക്കരുത്. അത് മറ്റുള്ളവർക്ക് എത്തിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്